ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ന്യൂ ഇയറിന് എല്ലാവരും ദൃഢപ്രതിജ്ഞകൾ എടുക്കുന്ന ഒരു സമയമാണ്. പല ശീലങ്ങളും നിർത്തുവാനും പല ശീലങ്ങളും തുടങ്ങുവാനുമുള്ള ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മൾ ന്യൂ ഇയർ സമയത്ത് എടുക്കും. ഈ ജനുവരിയിൽ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള 3 തീരുമാനങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 2026 നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു വർഷമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റിക്ക് തുടക്കം കുറിച്ച ഒരു വർഷമായിട്ട് 2026 മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫിനാൻഷ്യൽ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നമ്മളുടെ വരവ് ചെലവുകൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും ഐഫോണിലും ഒക്കെ എക്സ്പെൻസ് മാനേജർ പോലെയുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. 2 മിനിറ്റ് നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എവിടെയെങ്കിലും നമ്മളുടെ എക്സ്പെൻസ് ഒന്ന് എഴുതി വെക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളുടെ ഒരു എമർജൻസി ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത്. അതായത് ഒരു 6 മാസം നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മൾ കണ്ടെത്തുക. കൂടാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 100 രൂപ മാറ്റി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. കൂടാതെ ടേം ഇൻഷുറൻസ്, നിങ്ങളൊരു ഏണിംഗ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ 10 ഇരട്ടിയെങ്കിലും മിനിമം ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമെങ്കിൽ 1 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് എടുക്കുക. ടേം ഇൻഷുറൻസിന് വളരെ ചെറിയ പ്രീമിയം ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്പാദ്യശീലം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു 20 അല്ലെങ്കിൽ 25% കമ്പൽസറി സേവിങ്സിലേക്ക് മാറ്റിവെക്കുക. ആ സേവിങ്സിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം മിച്ചം കിട്ടുന്ന പണം കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപയാണ് വരുമാനമെങ്കിൽ അതിൽ 200 രൂപ നിങ്ങൾ സേവിങ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ബാക്കി 800 രൂപയുടെ നിങ്ങൾ ചിലവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. 1-2 മാസം നിങ്ങൾ അത് ശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 20% സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ശീലമായിട്ട് മാറും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഫണ്ട് കയ്യിൽ കിട്ടിയാൽ കുറച്ച് പണം സേവ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും ആ സേവിങ്സ് ലോങ് ടൈമിലേക്ക് വലിയൊരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് മാറും. വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട്സിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നിങ്ങൾക്ക് 100 രൂപ വെച്ചും ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം, 500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം, 1000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ തുകയല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നമുക്ക് തുടങ്ങാനായിട്ടുള്ള ഒരു മനസ്സാണ്. എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Finvista Financial Services, your partner in financial success. Mutual fund investments are subject to market risks. Please read all scheme-related documents carefully before investing.